ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. ജാതിമത ചിന്തകൾക്കപ്പുറം കേരളീയ സമൂഹത്തിൽ നവോത്ഥാനത്തിന് തുടക്കമിട്ട ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം. ചിങ്ങമാസത്തിലെ ചതയം നാളിലായിരുന്നു ആ യുഗപുരുഷന്റെ പിറവി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന ഏടാണ് ശ്രീനാരായണ ഗുരു എഴുതി ചേർത്തത്. സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കും അസമത്വത്തിനും നടുവിൽ ജനിച്ചു വീണ അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കൊല്ലവർഷം 1032 ചിങ്ങം 5 ചതയം നക്ഷത്രത്തിലായിരുന്നു ജനനം. നാണു എന്നായിരുന്നു ആദ്യ പേര്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടി. 1885 പിതാവ് മരിച്ചതിനു ശേഷം യാത്രകളിലും ധ്യാനത്തിലുമായി ജീവിതം വഴിമാറി. സത്യാന്വേഷണത്തിന്റെ യാത്രയിൽ കൺമുന്നിൽ കണ്ട അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ജനങ്ങൾക്ക് അറിവും പകർന്നു. അവിടെ നിന്നാണ് ഗുരു എന്ന വിശേഷണം ലഭിച്ചത്. ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ ആദ്യ പോരാട്ടം. 1888 മാർച്ച് മാസത്തിൽ ശിവരാത്രി നാളിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി. തുടർന്ന് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഏതാണ്ട് 45ഓളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ദർശനമാല തുടങ്ങി സംസ്കൃതത്തിലും ആത്മോപദേശ ശതകം തുടങ്ങി മലയാളത്തിലുമായി അനേകം കൃതികളും രചിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും കേരള സമൂഹത്തെ അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ചു. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് അദ്ദേഹം ഉപദേശിച്ചു. 1904 ദേശാടനം ഉപേക്ഷിച്ച ശിവഗിരിയിൽ അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചു. പിന്നീട് വർക്കലയിൽ ഒരു സംസ്കൃത വിദ്യാലയവും സ്ഥാപിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ എന്നിവരും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിരുന്നു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ചാണ് ആ യുഗപുരുഷൻ സമാധിയായത്. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന നാളുകൾക്ക് സാക്ഷിയായ ശിവഗിരി മഠത്തിൽ ആ ജീവ തേജസ് ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. കാലാന്തരങ്ങൾ കടന്നു പോകുമ്പോഴും ഗുരുദേവന്റെ ആശയങ്ങളും ആഹ്വാനങ്ങളും നവോത്ഥാന കേരളത്തിൽ പ്രസക്തമായി തന്നെ നിലകൊള്ളുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.